അഹമ്മദാബാദ് വിമാനാപകടം നടന്നിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടും ഔദ്യോഗികമായിട്ട് എത്ര പേരാണ് മരിച്ചത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ 247 പേർ മരിച്ചു എന്നൊരു വാർത്ത മാത്രമാണ് നമുക്ക് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ പല ആളുകളുടെയും DNA പരിശോധനയിൽ ഇപ്പോഴും മിസ്മാച്ചാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞ് 9 പേരുടെ ബന്ധുക്കളോട് വീണ്ടും അവരുടെ DNA സബ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 247 പേർ മരിച്ചതിൽ 238 പേർ മാത്രമേ തിരിച്ചറിയപ്പെട്ടിട്ടുള്ളൂ. ബാക്കി ഉള്ള 9 ആളുകളുടെയാണ്. അതിൽ നമ്മുടെ മലയാളിയായിട്ടുള്ള രഞ്ജിതയുടെ കൂടെ ബോഡി തിരിച്ചറിയാതെ പോയിട്ടുണ്ട് എന്നതാണ് വസ്തുത. അവരുടെ ബന്ധുക്കളുടെ, അതായത് അച്ഛൻ്റെയോ അമ്മയുടെയോ മക്കളുടെയോ DNA നൽകാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഇതുവരെയുള്ള പരിശോധനയിൽ ഈ 9 പേരെ തിരിച്ചറിയാൻ സാധിക്കാതെ വന്നതോടുകൂടിയാണ് വീണ്ടും അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. DNA പരിശോധനയിൽ ആളെ മനസ്സിലായെങ്കിൽ മാത്രമേ ആ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ രേഖകളിൽ അങ്ങനെ ഒരു മരണം രേഖപ്പെടുത്തണമെങ്കിൽ DNA പരിശോധനയിൽ ഇന്നയാളാണ് എന്ന് കൃത്യമായിട്ടുള്ള DNA സാമ്പിൾ പരിശോധിച്ചതിന് ശേഷം അത് മനസ്സിലായെങ്കിൽ മാത്രമേ രേഖകളിൽ ഇന്നയാൾ മരണപ്പെട്ടു എന്ന് എഴുതാൻ പറ്റുകയുള്ളൂ. എങ്കിൽ മാത്രമേ ആ മരണത്തിൻ്റെ ആനുകൂല്യം അല്ലെങ്കിൽ അവർക്ക് നിയമപരമായി ലഭിക്കേണ്ട പരിരക്ഷകൾ ലഭിക്കൂ എന്നതാണ് വസ്തുത. 232 ബോഡികളാണ് ഇതുവരെ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുള്ളത്. 238 ബോഡികൾ തിരിച്ചറിഞ്ഞതിൽ 232 ബോഡികൾ ബന്ധുക്കൾക്ക് വിട്ടുകയും ചെയ്തു. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ ഇതുവരെ റിപ്പോർട്ട് സമർപ്പിച്ചില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇന്ന് രാവിലെയോടുകൂടെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് അഹമ്മദാബാദ് വിമാന അപകടം എങ്ങനെയുണ്ടായി എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ റിപ്പോർട്ട്. അതിൽ പൈലറ്റുമാർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് ആ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ വിമാനത്തിൻ്റെ കാലപ്പഴക്കമോ അല്ലെങ്കിൽ വിമാനത്തിൻ്റെ മറ്റ് എന്തെങ്കിലും കാരണം കൊണ്ടോ ആയിരിക്കാം ആ അപകടം സംഭവിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഒരൊറ്റ കാര്യത്തിലേക്കായിരിക്കും വിരൽ ചൂണ്ടുന്നത്. ആ വിമാനത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബോയിങ് അധികൃതരിലേക്കായിരിക്കും അതിൻ്റെ കുന്തമുന നീളാൻ പോകുന്നത്. 2 എഞ്ചിനുകൾ ഒരേ സമയം തകരാറിലായതും വൈദ്യുതി ബന്ധം കട്ടായതുമാണ് വിമാനത്തിന് സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് ഔദ്യോഗികമായിട്ട് വ്യോമയാന മന്ത്രാലയം പുറത്തുവിട്ടിട്ടില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണത്. 2 എഞ്ചിനുകളും ഒരേ സമയം തകരാറിലായി എന്നത്. അങ്ങനെയാണ് എങ്കിൽ എയർ ഇന്ത്യയുടെ ഭാഗത്ത് വീഴ്ചയില്ല എന്നതായിരിക്കും ആ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ടാവുക. അങ്ങനെ വരുമ്പോൾ എയർ ഇന്ത്യക്ക് കൃത്യമായിട്ട് ഈ നഷ്ടങ്ങളും മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതും എല്ലാം തന്നെ അത് ബോയിങ് അധികൃതരുടെ തലയിലേക്ക് വെക്കാനുള്ള ഒരു റിപ്പോർട്ടായിരിക്കും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ 1 കോടി രൂപ ആദ്യം പ്രഖ്യാപിച്ചതും പിന്നീട് 25 ലക്ഷം രൂപ ഇടക്കാല ധനസഹായവുമായിട്ടാണ് എയർ ഇന്ത്യ ടാറ്റ അധികൃതർ ഈ ആനുകൂല്യങ്ങളെല്ലാം തന്നെ പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ 1 കോടി 25 ലക്ഷം രൂപ പ്രഖ്യാപിച്ചെങ്കിലും അതിൽ കൂടുതൽ ഓരോ കുടുംബങ്ങൾക്കും ലഭ്യമാകണം എന്നതാണ് വസ്തുത. കാരണം ഓരോ കുടുംബത്തിൻ്റെയും അത്താണി നഷ്ടപ്പെടുകയും അവർക്ക് ഭാവിയിൽ ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് എത്ര വർഷം ജോലി ചെയ്യാനുണ്ട്, എത്ര വർഷം അവർക്ക് ഇനി ജീവിതമുണ്ടാകും എന്നതിനെക്കുറിച്ചൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വലിയൊരു തുകയായിരിക്കും എയർ ഇന്ത്യയോ അല്ലെങ്കിൽ എയർ ഇന്ത്യ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടാറ്റയോ നൽകേണ്ടി വരിക എന്നതാണ് വസ്തുത. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ലഭിച്ച റിപ്പോർട്ടുകളുടെ എല്ലാം അടിസ്ഥാനം വെച്ച് നോക്കുമ്പോൾ ഈ തുക ഒരു പക്ഷേ ബോയിങ് അധികൃതരായിരിക്കും നൽകേണ്ടി വരിക. അങ്ങനെയാണ് എങ്കിൽ ബോയിങ് അധികൃതർ നൽകേണ്ടി വരിക കോടിക്കണക്കിന് രൂപയായിരിക്കും എന്നതാണ് വസ്തുത. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ബോയിങ് അധികൃതർ നിർമ്മിച്ച് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇപ്പോഴും സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വിമാനങ്ങളെല്ലാം തന്നെ അറ്റകുറ്റപ്പണികളും മെയിൻ്റനൻസും നടത്തേണ്ടത് അത്യാവശ്യമാണ് എന്നൊരു കാര്യം കൂടി വരും. അങ്ങനെയാണ് എങ്കിൽ അത് രാജ്യാന്തര അല്ലെങ്കിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ബോയിങ് അധികൃതരുടെ വിമാനങ്ങളെല്ലാം തിരിച്ചു വിളിച്ച് അത് പരിശോധന നടത്തേണ്ടി വരും. അത് രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തിലെ ഒട്ടുക്കും വിമാന സർവീസിനെ കാര്യമായി ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട്. അത് തള്ളിക്കളയാനാവുകയില്ല. അഹമ്മദാബാദ് വിമാന അപകടം നടന്നതിന് ശേഷം കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഒരു കരട് പുറത്തിറക്കിയിരുന്നു. ആ കരടിൽ പറയുന്നത് വിമാനത്താവളത്തിന് ചുറ്റുമുള്ള കെട്ടിടങ്ങളുടെ ഉയരം പരിശോധിക്കണം. പുതിയ നിർമ്മാണങ്ങൾക്ക് അനുമതി നൽകുന്നതിന് മുമ്പ് അതിൽ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തണം. വിമാനത്താവളവുമായി ഈ കെട്ടിടങ്ങൾക്ക് എത്ര ദൂരം അകലം ഉണ്ട്, ഏതെങ്കിലും പുതിയ നിർമ്മാണങ്ങൾ വല്ലതും നടന്നിട്ടുണ്ടോ, പുതിയ നിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അനുമതി പത്രങ്ങൾ ഹാജരാക്കണം കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്. അങ്ങനെ തുടങ്ങിയ ഒരു കരട് പുറത്തിറക്കിയിരുന്നു. ആ കരട് പ്രകാരം ഇപ്പോൾ ഈ രാജ്യത്തെ എല്ലാ വിമാനത്താവളത്തിൻ്റെ ചുറ്റുപാടുകളിലും പരിശോധന നടത്തുകയാണ്. ചിലയിടങ്ങളിൽ അത് നഗരസഭകളാണ്, ചിലയിടങ്ങളിൽ പഞ്ചായത്താണ്.
അവർ കൃത്യമായിട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ പരിശോധനകൾ നടത്തി ഈ കെട്ടിടങ്ങളുടെ എല്ലാം ഉയരം സംബന്ധിച്ച റിപ്പോർട്ട് കൃത്യമായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അഹമ്മദാബാദ് വിമാന അപകടം നടന്നത് 12-ാം തീയതിയാണ്. 12-ാം തീയതി അവിടെയുള്ള അഹമ്മദാബാദിലെ ഒരു മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൻ്റെ ഹോസ്റ്റലിന് മുകളിലേക്കാണ് വിമാനം തകർന്നു വീഴുന്നത്. ആ വിമാനം പതിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്കറിയാം ആ വിമാനത്തിന് ഉയർന്നു പൊങ്ങാനുള്ള യാതൊരു സാധ്യതയും, അതിനുള്ള ഒരു ത്രസ്റ്റ്, പുഷ് ഇത് രണ്ടും കിട്ടുന്നില്ല എന്നാണ് ആ വിമാനം തകർന്നു വീഴുന്ന ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ യാതൊരു വിധത്തിലും കെട്ടിടത്തിൻ്റെ ഉയരമോ അല്ലെങ്കിൽ ആ ഉണ്ടാക്കി വെച്ച കെട്ടിടങ്ങളുടെ ഒന്നും ഒരു പ്രശ്നം കൊണ്ടുമല്ല ആ വിമാനം അപകടത്തിൽപ്പെട്ടതാണ്. എന്നിരുന്നാൽ തന്നെയും വിമാനം ഒരു കെട്ടിടത്തിന് മുകളിലേക്ക് വീണതുകൊണ്ട് തന്നെ അവിടെയുള്ള മറ്റ് ആളുകൾ മരണപ്പെടുകയും ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കരട് പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് കെട്ടിടങ്ങൾ, വിമാനത്താവളത്തിന് ചുറ്റുമുള്ള കെട്ടിടങ്ങളുടെ ഉയരം അളക്കണം, അതിൻ്റെ കൃത്യമായിട്ടുള്ള രേഖകൾ, അതിന് പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ആരാണോ അതിന് നമ്പർ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ആ കെട്ടിടങ്ങളുടെ എല്ലാം വിശദ വിവരങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിമാനത്താവളങ്ങൾക്ക് നിലവിലുള്ള ദൂരപരിധി, അതായത് വിമാനത്താവളങ്ങളിൽ നിന്ന് ഇത്ര ദൂരം മാത്രം മാറിയേ കെട്ടിടങ്ങൾ പണിയാവൂ എന്നൊരു നിയമമുണ്ട്. ആ ദൂരപരിധി കൂട്ടാനുള്ള സാധ്യതയാണ് നമുക്കിനി കാണാൻ സാധിക്കുന്നത്. രാജ്യത്തെ പല വിമാനത്താവളങ്ങളിലും ഈ വിമാനത്താവളങ്ങൾക്കടുത്ത് കെട്ടിടങ്ങൾ ഉള്ളതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷേ ആ റിപ്പോർട്ടൊന്നും ഇതുവരെയും കാര്യമാക്കിയിരുന്നില്ല. അഹമ്മദാബാദ് വിമാന അപകടം നടന്നതിന് ശേഷമാണ് ആ റിപ്പോർട്ടുകളെല്ലാം വീണ്ടും പരിശോധിക്കുന്നതും അതിൽ തുടർ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യത വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇതാണ്, അഹമ്മദാബാദ് വിമാന അപകടം നടന്നതിന് ശേഷം ഇതുവരെ അതിൻ്റെ കൃത്യമായ റിപ്പോർട്ട് നൽകിയിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് രാവിലെയോടുകൂടി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് പറയുന്നത് വിമാനത്തിൻ്റെ 2 എഞ്ചിനുകളും ഒരേ സമയം തകരാറിലായതും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതുമാണ് അപകടത്തിന് പ്രധാന കാരണം എന്നും പൈലറ്റുകൾക്ക് അതിൽ ഒരു പിഴവും സംഭവിച്ചിട്ടില്ല എന്നുമാണ് ആ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇനി ആ റിപ്പോർട്ട് പൂർണ്ണമായും പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഔദ്യോഗികമായിട്ട് ആ റിപ്പോർട്ടിനുള്ള വിവരങ്ങൾ പുറത്തുവിടുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം മാത്രമേ ഇങ്ങനൊരു റിപ്പോർട്ട് കിട്ടി എന്ന ഔദ്യോഗിക സ്ഥിരീകരണം കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ എന്നും പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു അപകടം നടന്നതിന് ശേഷം രാജ്യം നടുങ്ങിപ്പോയ നിമിഷങ്ങളിൽ കേന്ദ്ര സർക്കാർ എടുത്ത ചില നീക്കങ്ങളുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കരടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. വിമാന അപകടം ഉണ്ടായതിൻ്റെ തൊട്ടു പിന്നാലെ ആദ്യഘട്ടങ്ങളിൽ പരിശോധന നടത്തിയത് വിമാനത്തിൻ്റെ തകരാറ് മാത്രമാണോ എന്നതിനപ്പുറത്തേക്ക് ഈ കെട്ടിടത്തിൻ്റെ ഉയരം കൂടി അതിന് കാരണമായിട്ടുണ്ടോ എന്നതാണ്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടുകളിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ കെട്ടിടത്തിൻ്റെ ഉയരം അല്ല, അതൊരു പുതിയ കെട്ടിടം അല്ല, വിമാനത്തിൻ്റെ തകരാറാണ് ഈ അപകടത്തിലേക്ക് കാരണം എന്നുള്ളത് കൃത്യമായിട്ട് അന്ന് പ്രാഥമിക റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ അപകടവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനോ വ്യോമയാന മന്ത്രാലയത്തിനോ പ്രത്യേക അന്വേഷണ ഏജൻസികൾ സമർപ്പിക്കുന്ന ഒരു റിപ്പോർട്ടുകളും ഔദ്യോഗിക റിപ്പോർട്ട് ലഭിച്ചു എന്ന രീതിയിൽ പുറത്തുവിടേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയവും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടുകളൊന്നും തന്നെ റിപ്പോർട്ടായിട്ട് അവർ അംഗീകരിച്ച് പുറത്തുവിടാനുള്ള സാധ്യതയില്ല. പകരം ഇതിൽ വിശദമായ ഒരു അന്വേഷണം എത്ര ദിവസത്തിനുള്ളിൽ പൂർത്തിയാകും എന്നതിനെക്കുറിച്ചും ധാരണയില്ല. അതിനിടയിൽ ബ്ലാക്ക് ബോക്സിൻ്റെ വിവരങ്ങൾ ഡീകോഡ് ചെയ്യപ്പെടേണ്ടതുണ്ട്. 30 ദിവസം വരെ മാത്രമേ ബ്ലാക്ക് ബോക്സുകളിൽ ആ വിവരങ്ങൾ ലഭ്യമാകൂ എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. പക്ഷേ അതിൽ കൂടുതൽ ദിവസങ്ങൾ കിട്ടിയെങ്കിൽ മാത്രമേ ഇനി അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ലഭിക്കൂ എന്നാണ്. ഇപ്പോൾ ഏകദേശം 10 ദിവസത്തിലധികം ആകുന്നു അപകടം സംഭവിച്ചിട്ട്. കൂടുതൽ വിശദാംശങ്ങളും വിവരങ്ങളും എല്ലാം ലഭിച്ചതിന് ശേഷം മാത്രമേ നിലവിലുള്ള അന്വേഷണ ഏജൻസി അന്തിമ റിപ്പോർട്ട് വ്യോമയാന മന്ത്രാലയത്തിന് സമർപ്പിക്കൂ. അതിനുശേഷം മാത്രമേ ഇങ്ങനെ ഒരു റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് പോലും സാധ്യതയുള്ളൂ.